എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രഹങ്ങളുടെ ബന്ധു ശത്രു സമത്വം. ജ്യോതിഷത്തിലെ ഫലപ്രവചനത്തിൽ ഏറെ സഹായകരമായ ഒരു വിഷയം തന്നെയാണിത്. നിർബന്ധമായും ഒരു ജ്യോതിഷി പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ബന്ധുഗ്രഹങ്ങൾ തമ്മിൽ പരസ്പരം ഒന്നിച്ചാൽ നല്ല ഫലങ്ങൾ നൽകും. ശത്രു ഗ്രഹങ്ങൾ തമ്മിലാണ് ഒന്നിക്കുന്നതെങ്കിൽ അത് യോഗഫലങ്ങൾ എന്നാണ് പറയുന്നത്, ദോഷമായിരിക്കും. കാരണം പരസ്പര വിരുദ്ധ സ്വഭാവമുള്ളവരാണ് ശത്രുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫലങ്ങളിലും അതേപോലെയുള്ള തടസ്സങ്ങളോ അല്ലെങ്കിൽ കാലതാമസങ്ങളോ ഒക്കെ ഉണ്ടാവാം. ഉദാഹരണം, ഒരു ജോലിസ്ഥലത്ത് സുഹൃത്തുക്കൾ തമ്മിൽ, അതായത് ഒരേ മനസ്സുള്ളവർ തമ്മിൽ ഒന്നിച്ചാൽ ആ ജോലി പെട്ടെന്ന് തീരുകയും വിഘടിച്ച് ശത്രുതാ മനോഭാവത്തോടുകൂടി ആ ജോലി ചെയ്താൽ അത് തീരുവാൻ താമസമുണ്ടാകും എന്നത് വളരെ ലളിതമായിട്ട് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. സമന്മാരാണെങ്കിൽ ഗുണവുമില്ല ദോഷവുമില്ല, ആ ബലത്തിനനുസരിച്ച് സപ്പോർട്ടിംഗ് ആയിരിക്കും. ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഈ ബന്ധു ശത്രു സമത്വങ്ങൾ ജ്യോതിഷ ആചാര്യന്മാർ കണ്ടെത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് റൂൾ എന്താണ് എന്നതാണ്. ജ്യോതിഷത്തിലെ ബാലപാഠങ്ങൾ മുതൽ ജാതകരചന വരെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും പഠിക്കുവാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. രണ്ട് ആചാര്യന്മാർ, അതായത് സത്യാചാര്യനും യവനാചാര്യനും രണ്ട് രീതിയിലാണ് ഈ വിഷയത്തെ കണ്ടിരിക്കുന്നത്. ഇത് ഹോരയിലെ 2-ാം അധ്യായം 15-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ആദ്യമേ സത്യാചാര്യപക്ഷം, അദ്ദേഹത്തിൻ്റെ പക്ഷമാണ് നമ്മൾ എല്ലാവരും ഇപ്പോൾ ഒരു പരിധിവരെ അത് കീപ്പ് ചെയ്യുന്നത്. ഏതൊരു ഗ്രഹത്തിൻ്റെയും മൂലത്രികോണ രാശിയിൽ നിന്നും 2, 12, 5, 8, 9, 4 എന്നീ സ്ഥാനങ്ങളുടെ അധിപന്മാരും ഉച്ച സ്ഥാനാധിപനും ആ ഗ്രഹത്തിൻ്റെ ബന്ധുക്കളാണ് എന്നാണ്. ഗ്രഹങ്ങളുടെ മൂലത്രികോണ രാശികൾ ചിങ്ങം ആദിത്യനും, ഇടവം ചന്ദ്രനും, മേടം ചൊവ്വയ്ക്കും, കന്നി ബുധനും, ധനു വ്യാഴത്തിനും, തുലാം ശുക്രനും, കുംഭം ശനിക്കും മൂലത്രികോണ രാശികളാണ്. നിയമത്തെക്കുറിച്ച് ആദ്യമേ പ്രതിപാദിച്ചിരുന്നു, എങ്കിലും ഒരിക്കൽ കൂടി പറയാം. മൂലത്രികോണ രാശിയിൽ നിന്നും ആ ഗ്രഹത്തിൻ്റെ ഉച്ചം 2, 4, 5, 8, 9, 12 ഭാവത്തിൻ്റെ അധിപന്മാർ ബന്ധുക്കൾ ആകുന്നു. ഒരു രാശിയുടെ ആധിപത്യം ഉള്ളവർ സമന്മാരുമാകുന്നു. ഇനി എങ്ങനെയാണ് അത് കണ്ടെത്തുന്നതെന്ന് കൂടെ നോക്കാം. നമുക്ക് ഉദാഹരണമായിട്ട് ശുക്രനെയാണ് എടുക്കുന്നത്. ഈ രാശിചക്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത് ശുക്രൻ്റെ തുലാം രാശിയിൽ നിന്നും 2-ാമത്തെ രാശിയായ വൃശ്ചികം, 4-ാമത്തെ രാശിയായ മകരം, 5-ാമത്തെ രാശിയായ കുംഭം, ഉച്ചരാശിയായ മീനം, തൻ്റെ 8-ാമത്തെ രാശിയായ ഇടവം, 9-ാമത്തെ രാശിയായ മിഥുനം, 12-ാമത്തെ രാശിയായ കന്നി. ഇതിൽ ശുക്രൻ്റെ മൂലത്രികോണ രാശി തുലാമാണെന്ന് പറഞ്ഞു. അതിൽ ശനിക്ക് 4, 5 രാശികളുടെ ആധിപത്യം ഉണ്ട്. ബുധന് 9, 12 രാശികളുടെ ആധിപത്യം ഉള്ളതുകൊണ്ട് ബന്ധുവായി കരുതുന്നു. കൂടാതെ തൻ്റെ ഉച്ചരാശിയുടെ ആധിപത്യം വ്യാഴത്തിനും 2-ാമത്തെ രാശിയുടെ ആധിപത്യം കുജനും ഉള്ളതുകൊണ്ട്, അതായത് ഓരോ രാശികളുടെ ആധിപത്യമേ കുജനും ഗുരുവിനും ഉള്ളൂ. അതുകൊണ്ട് സമത്വം എന്നും ചിന്തിക്കുന്നു. ഇപ്പോൾ പറഞ്ഞത് സത്യാചാര്യൻ്റെ പക്ഷമാണ്. ഇനി യവനാചാര്യൻ്റെ പക്ഷം ഉണ്ട്. അതിൽ ഇതേ നിയമം തന്നെയാണ്. അതായത് 2, 4, 5 ഉച്ചം, 8, 9, 12
ഈ രാശികളിൽ നിൽക്കുന്ന ഗ്രഹം, അധിപന്മാരല്ല, പകരം ഈ രാശികളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളാണ് താൽക്കാലികമായിട്ടുള്ള ബന്ധുക്കൾ എന്ന് പറയുന്നത്. ഇത് രണ്ട് രീതിയിൽ പ്രയോഗിക്കാറുണ്ട് എന്നും ദശാധ്യായിൽ സൂചിപ്പിക്കുന്നു. ആദ്യത്തെ പക്ഷം ജാതകത്തിലും രണ്ടാമത്തെ പക്ഷം പ്രശ്നത്തിലും ചിന്തിക്കുന്നു എന്നും പറയപ്പെടുന്നു. ഏതായാലും ശരി, അവരവരുടെ ഗുരുനാഥന്മാരുടെ ഉപദേശം അവർ അവലംബിച്ചു വന്നിരിക്കുന്ന രീതി, അതിനനുസരിച്ച് ഫലപ്രവചനത്തിൽ ഈ രണ്ട് നിയമമായാലും ഉപയോഗിക്കാവുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. എല്ലാവർക്കും നല്ല അറിവും ബോധവും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം.